പിടിച്ചിരുന്നോ? വേണ്ട മറ്റേ ഇതുണ്ടല്ലോ ഇവിടെ എല്ലാം ഇതുപോലെ കുറേ അല്ലേ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എപ്പോഴത്തെയും പോലെ പുതിയൊരു ഓഫ് റോഡ് കയറാൻ പോവാം. ഇന്ന് പക്ഷേ നമ്മുടെ കൂടത്തിൽ ഇതേ MTയും വോൾഫ്കിഡുമാണ് ഉള്ളത്. MTയും കൊണ്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? നമ്മൾ കഴിഞ്ഞ തവണ എല്ലാം പോയത്. അപ്പോൾ ഈ തവണ നമുക്ക് MTയും കൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. നമുക്ക് പോകുന്നത് ആ ഒരു മല കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണുന്നത് ആ ഒരു ഭാഗം, അവിടാണ് നമ്മളിപ്പം പോകുന്നത്. നമ്മൾ പോയിട്ടുള്ളതാണ്, അതെല്ലാം ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയാം. അപ്പോൾ നമുക്കിവിടുന്ന് പതുക്കെ അങ്ങോട്ട് നീങ്ങാം. ആ വഴിയുടെ അവിടെ ചെല്ലുമ്പോൾ കാണാം. ഓണാക്കി പോരാ. Oh my god. ആ ചേച്ചിമാരൊക്കെ ഇറങ്ങി നോക്കുവാണ് അവിടെ. നല്ലതാടാ. അയ്യോ വഴി ഇത്തിരി സീനല്ലേ. കൊള്ളാം, അടിപൊളി വഴിയായിരുന്നു. നൈസാ, എൻ്റർടൈൻമെൻറ്റ് പർപ്പസാ. എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ്. അത് സാരമില്ല. ഇവിടെ ഉണ്ട് രമണിയെ. വേണ്ട ഞാൻ. ഓഹോ, നിന്റെ മനസ്സ്. നമുക്ക് പോകേണ്ട വഴിയാണിത്. അപ്പോൾ നമുക്ക് കയറി പോകേണ്ട വഴിയാണിത്. നമുക്കങ്ങോട്ട് പോവാം. ഇവനെ വെച്ചോണ്ടാണ് കയറുന്നത്. എന്താകുമെന്ന് ഇല്ല, അവൻ ചാടി പോകത്തില്ലെന്നാണ് പറഞ്ഞത്. പിടിച്ചിരുന്നോ? അമ്മച്ചേ ഇത് ഭ്രാന്താന്നാടാ തോന്നുന്നേ. അവിടൊക്കെ ഈ വഴി അങ്ങോട്ട് പോകൂടാ. അപ്പൊ ഈ വഴിയോ? ഈ വഴിയാ വേറെ വഴി, അത് പെരുവഴിയാ. ആണോ? അയ്യോ, ചേട്ടനൊക്കെ നോക്കും. ഇവന്മാർക്കൊക്കെ പ്രാന്താണ് അവിടെ വന്ന്. ഓ വീലിയോ? ഓടാ എന്റെ മോനെ, ഞാൻ വിചാരിച്ചതിനേക്കാളും സീനാടാ. എന്റെ പൊന്നോ, പോയി അമ്മച്ചിയെ ഓടാ.
എന്താ പോവായിരുന്നു അമ്മച്ചി. കല്ലൊക്കെ പോയി അമ്മേ ഫ്രണ്ടൊക്കെ ഭംഗിയാടേ കേറുന്നേ. ഈ പൊട്ടനാണെങ്കിൽ മറ്റേ വേതാളവും വിക്രമായി വഴി ചെറിയ വഴി കണ്ടിട്ടാന്ന് തോന്നുന്നു വണ്ടി അങ്ങോട്ട് തന്നെ അങ്ങ് പോവാടാ. അത് മികച്ചൊരു അയ്യോ എടാ ഫ്രണ്ടൊക്കെ പൊങ്ങിയാടോ കയറുന്നേ. ഇതിലേ ഒരു വഴിയൊക്കെ ഉണ്ടല്ലോ, കേറിക്ക് നോക്കാം. ഇതിലേന്ന് പോയി നോക്കട്ടെ. ഇതിലേ ഒരു വഴി അല്ല, കേറി നല്ലപോലെ ഇരിക്കേ. ആണോ? ആ പോയി നോക്കാം. ഗുഹയ്ക്കകത്തേക്ക് വണ്ടിയും കൊണ്ട് പോയാലോ? ഓ മാൻ, വഴി കയറുന്നു. അവിടെ വരെ പോവാം. ഇത് താഴെ ഒരു വഴി കണ്ടില്ലേ? അയ്യോ ഇത് അടി, ഇത് നൈസ് സ്ഥലമാണല്ലോ. ഇതല്ലേ ഗുഹ? ഓ ഇവിടെ കുറച്ചുകൂടെ പോകണം. എന്തായാലും നമുക്ക് വന്നാലേ അവിടെ വരെ പോയിട്ട് വരാം. വണ്ടി ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ടോപ്പിലെത്തി. കണ്ടില്ലേ? ആ നമ്മുടെ ഒരു ഫുള്ളൊരു വ്യൂ. വഴി സത്യം പറയാലോ MT ആയതുകൊണ്ടാണ് ഞങ്ങളെ രണ്ടുപേരെയും വെച്ച് കയറി വന്നത്. വേറെ ഏത് വണ്ടിയാണെങ്കിലും കയറത്തില്ല, 100% ഉറപ്പാണ് കയറത്തില്ല. എൻ്റെ മോനെ അമ്മച്ചിയെ, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഒരു ചെറിയൊരു ഗുഹയുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ നിങ്ങളൊരു MTയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ്, അതായത് നമ്മുടെ ചാനലിൽ ഫസ്റ്റായിട്ട് വന്ന MTയുടെ വീഡിയോ ഇതിൻ്റെ ടോപ്പ് ഭാഗമാണ്. അതായത് നമ്മളിത് ആ ഒരു ഭാഗത്തു നിന്ന്, അവിടെ കുറച്ച് കാറ്റാടിയൊക്കെ നിൽക്കുന്ന കാണാമോ? അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ കറങ്ങി ഇതിൻ്റെ ടോപ്പിൽ വരുന്നതായിരുന്നു ആ ഒരു വീഡിയോ. പക്ഷെ ഇപ്പം നമ്മൾ കയറി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വഴി കൂടെ. അത് ഞാൻ പറയുന്നത് അത്ര ടാസ്ക് അല്ലായിരുന്നു, എന്നാലും ടാസ്ക് തന്നെയായിരുന്നു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഒരാളെ വെച്ച് തന്നെ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ 2 പേരെ വെച്ച് അതിൽ കയറി വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ലായിരുന്നു. അപ്പോൾ അതുപോലെ ഇത് നോക്കിക്കേ, ഇവിടെ നാലിൽ വിരുന്ന് കാണോ? കൊള്ളാം. എങ്ങനെയുണ്ട് മറ്റേ ബുദ്ധൻ? ഓക്കെ, പിക്കെടുക്ക്. നമ്മുടെ ചെറുക്കൻ്റെ അവിടെ ഇരിക്കുന്നു നോക്കിക്കേ, കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ തവണത്തെ മഞ്ചനമെട്ട് ആ ഒരു ഏരിയയിലാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പോവും. ഇന്ന് പോയി അത് ഫുള്ള് കയറ്റും, അത് ഉറപ്പുള്ള കാര്യമാണ്. പോയിട്ടുണ്ടെങ്കിൽ ഇനി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളവിടെ കയറ്റിയിരിക്കും. ഇതുണ്ടല്ലോ, ഇവിടെ എല്ലാം ഇതുപോലെ കുറേ എന്താ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് പതുക്കെ ഫ്രണ്ടിലേക്ക് പോവാം. ഫ്രണ്ടിലത്തെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടെ ഫുള്ള് കാടിൻ്റെ ഇതാ സെറ്റപ്പാ. ഇതൊക്കെ കണ്ട് മറ്റേ ഹെലികോപ്റ്ററിൽ പോയി കണ്ടിട്ടാണെന്ന് തോന്നുന്നു. മറ്റേ സാധനം വന്നില്ലായിരുന്നോടാ, എന്നായിരുന്നു? മലയാളമൊക്കെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞൊരു സംഭവം വന്നില്ലായിരുന്നോ? ഈ ഹെലികോപ്റ്ററിൽ നിന്ന് നോക്കിയിട്ട് ഇവന്മാർക്ക് കണ്ടപ്പോഴൊക്കെ ഒരു സാധനം ഇതിൻ്റെ അകത്ത് ഇല്ലെന്ന് തോന്നിക്കാണും അല്ലേ?
ഓ ഇത് നോക്കി, ഇവിടെയൊക്കെ പുല്ലൊക്കെ വളർന്നു. വഴി ഇനി ഏതിലെയാടാ? താഴേക്കൊരു വഴിയുണ്ട്. ഓ മാൻ, ആ ഇങ്ങോട്ടാടാ എൻ്റെ മോനെ. ആ ഇതിലേ ഇങ്ങോട്ട് കയറാം. ഓ സീൻ. എടാ വെറ തന്നെ ഇവനൊക്കെ എന്നെ പിടിച്ചു വെക്കുക. നീമ്പാ. ഓ മൈ കടവുളെ. കാലിപ്പ മുറിഞ്ഞേനെ. എന്താ ഭാഗ്യത്തിന് കാലെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗുഹയെന്ന് പറയുന്നത്. ഇവിടെ വെള്ളവടിക്കാരുടെ മെയിൻ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. കുപ്പിയൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. നോക്കിക്കേ, അടിപൊളിയാട്ടോ. കല്ലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്ക്. നോക്കിയേ, നൈസാട്ടോ. ഇല്ല അകത്തേക്ക് പോവാമോ? ഇല്ല, അകത്തേക്ക് പോകത്തില്ല. ഇതാണ് ഇവിടുത്തെ ഒരു സ്പോട്ട്. ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞാലേ ഇവിടെ താഴെ ഒരു ഗുഹയുണ്ടെന്ന്. പക്ഷേ ആ ടൈമിൽ നമ്മൾ ഇറങ്ങി കാണിച്ചില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതും കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഫുൾ അടിപൊളി ഒരു വ്യൂ ആട്ടോ ഇവിടുത്തെ. മണ്ടയിലേക്കാണേലും ഈ സൈഡിലേക്കാണേലും ഇങ്ങോട്ടാണേലും അടിപൊളിയാണ്. അതിൻ്റെ അകത്തുനിന്നല്ല നമ്മൾ തിരിച്ച് ഇറങ്ങി. തിരിച്ച് വീണ്ടും ബുദ്ധൻ പണ്ട് ഇരുന്നാന്ന് തോന്നുന്നു, അറിയാൻ പാടില്ല. നമ്മൾ പതുക്കെ അങ്ങോട്ട് നീങ്ങുക. നമ്മുടെ ചെറുക്കൻ അവിടെ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ കൂടെ ആ ഒരു മല നോക്കി, അടിപൊളിയാട്ടോ. ആ ഒരു മലയും അവിടെ കാറ്റാടി നിൽക്കുന്നത് നോക്കി. അതിൻ്റെ ആ ചിറക് കറക്റ്റ് ഇങ്ങോട്ടാണ് നിൽക്കുന്നത്, ലീഫ്. അപ്പോൾ അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് പതുക്കെ ഒന്ന് അങ്ങോട്ട് പോകാം. ഒന്നും പറ്റിയില്ല. വെൽക്കം ടു ഇന്ത്യ, നൈസ് ടു മീറ്റ് യു. എൻ്റെ മോനെ കൊള്ളാം കേട്ടോ. വണ്ടി അവിടെ ഇവിടുന്ന് ഇരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. എന്നാൽ കുറച്ചേരം ഇവന് കിടക്കണമെന്നാണ് പറഞ്ഞേ. പോയിട്ട് വാടാ. വേഗോട്ടെ. ഏതാടാ? ആ ഒറ്റയ്ക്ക് ഇരിക്കുന്നല്ലേ? എന്നാ പിന്നെ ആ കല്ല് പോയി കയറിയാ പോരെ? കയറാം. നോക്കിയോ, വണ്ടി ഇരിക്കുന്നു നോക്കിക്കേ. ആരൊക്കെയാടാ വണ്ടി ഇരിക്കുന്ന നോക്കിയാ, നല്ല രസമുണ്ട് കേട്ടോ. നിനക്ക് വേറെ എവിടെയൊക്കെ കയറണോ? ആ ശരിടാ. നോക്കി ഇവിടുത്തെ ഒരു വ്യൂ നോക്കി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണേ. നമുക്ക് പതുക്കെ എന്നാൽ തിരിച്ചിറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം.